والصلاة والسلام على من لا نبي بعده. صحيح ترغيب وترهيب كتاب الصلاة الترغيب في صلاة الجماعة. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഫضലും പ്രോത്സാഹനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ وعن أنس بن مالك رضي الله عنه قال صلى الله عليه وسلم من صلى لله 40 يوما في جماعة يدرك التكبيرة الأولى كتب له براءتان براءة من النار وبراءة من النفاق. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മൻ സല്ല ലില്ലാഹി 40 യൗമൻ, ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി 40 ദിവസം യൗമൻ ഫി ജമാഅത്തായി നിസ്കരിക്കുന്നത്, വെറും ജമാഅത്തിൽ പങ്കെടുക്കുക എന്നല്ല, യുദ്രിക്കു തക്ബീറത്തുൽ ഊല, ഒന്നാമത്തെ തക്ബീർ മുതൽ ലഭിച്ചുകൊണ്ട്. ഒരാൾക്ക് ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് ഹഖീഖത്തിൽ യഥാർത്ഥത്തിൽ ലഭിക്കണമെങ്കിൽ ഒരു റക്അത്തെങ്കിലും അവൻ ലഭിക്കണം. ഇപ്പം 4 റക്അത്തുള്ള നിസ്കാരത്തിൽ അവസാനത്തെ റക്അത്തിലെ റുക്കൂവെങ്കിലും ലഭിച്ചാൽ മാത്രമാണ് അവൻ യഥാർത്ഥത്തിൽ ജമാഅത്ത് ലഭിച്ചവനാവുകയുള്ളൂ. എന്നാൽ ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കുക എന്നതിന് അവസാനത്തെ തശഹുദിലാണെങ്കിലും ജമാഅത്തിൽ ചേർന്നാൽ ആ പ്രതിഫലത്തിന്റെ ഇനത്തിൽപ്പെടും. പക്ഷെ യഥാർത്ഥത്തിൽ ജമാഅത്ത് ലഭിച്ചവനായി എന്ന് പറയണമെങ്കിൽ ഒരു റക്അത്തെങ്കിലും ലഭിക്കണം, അഥവാ അവസാനത്തെ റക്അത്തിന്റെ റുക്കൂവെങ്കിലും ലഭിക്കണം. അപ്പം അങ്ങനെ ലഭിച്ചാൽ പോരാ, 40 ദിവസം 5 വഖ്ത് നിസ്കാരവും തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ആർക്കാണോ ലഭിക്കുന്നത്, ആരാണോ അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോട് കൂടി അങ്ങനെ നിസ്കരിക്കുന്നത്, കുതിബ ലഹു ബറാഅത്താൻ, അവന്റെ മേലെ 2 കാര്യങ്ങളിൽ നിന്ന് അവൻ ഒഴിവാണ് എന്ന് രേഖപ്പെടുത്തും. 2 കാര്യങ്ങളിൽ നിന്ന് അവൻ ഒഴിവാണ്, രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. ബറാഅത്തു മിനൻ നാർ, 1 നരകത്തിൽ നിന്നാണ്. 2 ബറാഅത്തു മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്നാണ്, കപട വിശ്വാസത്തിൽ നിന്നാണ്. 1 നിസ്കരിക്കുന്നവൻ അവൻ നരകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു, അതുപോലെ തന്നെ നിഫാഖിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. കാരണം ഈ പറഞ്ഞത് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും അങ്ങനെ 40 ദിവസത്തോളം അത് ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളത്തിന്റെ അല്ലെങ്കിൽ മുനാഫിഖുകളുടെ സിഫത്തിനെതിരാണ്. മുനാഫിക്കുകൾ നിസ്കാരത്തിൽ അലസത കാണിക്കുന്ന, ശ്രദ്ധ കൊടുക്കാത്ത ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളിൽ നിന്ന്, നരകത്തിൽ നിന്നും നിഫാഖിൽ നിന്നും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, അകന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തും. അപ്പോൾ ജമാഅത്തിന്റെ പ്രാധാന്യവും തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി അത് കിട്ടുന്നതിന്റെ പ്രാധാന്യവും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من توضأ فأحسن وضوءه ثم راح فوجد الناس قد صلوا, ആരാണോ നല്ല രീതിയിൽ വുളു എടുത്ത്, വീട്ടിൽ നിന്ന് വുളു എടുത്ത് മസ്ജിദിലേക്ക് പുറപ്പെടുക, ഫവജദ الناس قد صلوا, പക്ഷെ അവൻ മസ്ജിദിലെത്തിയപ്പോൾ ആളുകൾ ജമാഅത്ത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ ജമാഅത്തിന് വേണ്ടി മസ്ജിദിലെത്തുമ്പോൾ 3-4 അവസ്ഥയിലാണ് അവൻ എത്തുള്ളൂ. ഒന്നുകിൽ ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം മുതൽ ലഭിക്കുന്നത്, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് അതിന്റെ ഇടയിൽ, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ അവസ്ഥയിൽ. ഈ 3 അവസ്ഥയിൽ അയാൾ മസ്ജിദിലെത്തുള്ളൂ. അപ്പോൾ മസ്ജിദിലെത്തുമ്പോൾ അവൻ ജനങ്ങൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അവൻ സ്ഥിരമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളാണ്, എന്തോ കാരണത്താൽ എത്തിയപ്പോൾ ജമാഅത്ത് നിർവഹിച്ചു കഴിഞ്ഞു. അഅതാഹുല്ലാഹു മിസ്ല അജ്രി മൻ സ്വല്ലാഹാ വഹദറഹാ, ആ വന്നവന് ആ ജമാഅത്തിൽ പങ്കെടുത്തവരുടെ ആ പ്രതിഫലം തന്നെ അല്ലാഹു തആല അവന് നൽകും. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈഅ, ആ ജമാഅത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രതിഫലത്തിൽ ഒരു കുറവുമില്ലാതെ തന്നെ എന്തെങ്കിലും കാരണത്താൽ നേരം വൈകി വന്ന അവനും ആ ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കും. ഇത് അല്ലാഹു നൽകുന്ന മഹത്തായ ഒരു ഔദാര്യമാണ്. കൃത്യമായി ജമാഅത്ത് നിർവഹിക്കുന്ന, ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ എന്തെങ്കിലും ചില കാരണങ്ങളാൽ അവൻ വീട്ടിൽ നിന്ന് വുളു എടുത്ത് ജമാഅത്ത് ഉദ്ദേശിച്ച് തന്നെ വന്നാണ്, പക്ഷേ എന്തെങ്കിലും കാരണത്താൽ അവൻ എത്തുന്നതിന് മുമ്പ് ജമാഅത്ത് നിർവഹിച്ചു കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു എന്ന് കണ്ടാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തിൽ പങ്കെടുത്ത പ്രതിഫലം തന്നെ നൽകുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരു കുറവുമില്ലാതെ. ഇതിന്റെ മറ്റൊരു റിവായത്തിൽ ഫൈൻ അത്തൽ മസ്ജിദ ഫസല്ല ഫി ജമാഅത്തിൻ ഗുഫിറ ലഹു, അവ വുളു എടുത്തുകൊണ്ട് മസ്ജിദിലെത്തി ജമാഅത്തായിട്ട് അവൻ നിസ്കാരം ആദ്യം മുതൽ ലഭിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഫൈൻ അത്തൽ മസ്ജിദ വഖദ് സല്ലു ബഅ്ളൻ വബഖിയ ബഅദ്
സ്വല്ല മ അദ്റക, അവൻ മസ്ജിദിൽ എത്തുന്ന സമയത്ത് ജനങ്ങൾ കുറച്ച് നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്, 1-2 റക്അത്ത് ആരംഭിച്ചിട്ടുണ്ട്, ബാക്കിയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിസ്കാരത്തിൽ എവിടെയാണോ ഇമാം ഉള്ളത്, അത് റുക്കൂയിലാണെങ്കിലും സുജൂദിലാണെങ്കിലും എവിടെയാണോ അതിലേക്ക് ചേർന്നുകൊണ്ട് ബാക്കിയുള്ള നിസ്കാരം പൂർത്തീകരിക്കുക വേണ്ട. വതമ്മ ബഖിയ കാന കദാലിക്, അവൻ ബാക്കി പൂർത്തീകരിക്കുകയാണെങ്കിൽ അവന് ആ ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കും. ഇവിടെ മനസ്സിലാക്കണം, ഒരു റക്അത്തെങ്കിലും ഒരു ജമാഅത്തിന്റെ നിസ്കാരത്തിൽ കിട്ടുമ്പോഴാണ് അവന് യഥാർത്ഥത്തിൽ ആ ജമാഅത്ത് കിട്ടിയെന്ന് പറയുക. പക്ഷെ അള്ളാഹു അവന്റെ ഔദാര്യമായി പ്രതിഫലം നൽകുന്ന ഇനത്തിൽ എപ്പോൾ ചേർന്നാലും, അവസാനത്തെ റക്അത്തിൽ റുക്കൂഇന് ശേഷം ഏത് സന്ദർഭത്തിൽ ആ ജമാഅത്തിനോട് ചേർന്നാലും ആ പ്രതിഫലം ഉണ്ടാകും. ഫൈൻ അത്തൽ മസ്ജിദ വഖദ് സല്ലൂ ഫഅതമ്മ സ്വലാത്ത് കാന കദാലിക്, ഇനി അവൻ മസ്ജിദിലെത്തുമ്പോൾ അവർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും അവൻ നിസ്കരിച്ചാൽ ആ ജമാഅത്തിന്റെ പ്രതിഫലം അവന് ലഭിക്കും. ഇത് അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണ്. കാരണം അവൻ നിയ്യത്ത് വെച്ച്, അവൻ സ്ഥിരമായി ചെയ്യുന്ന ആളാണ്, അവൻ നിയ്യത്ത് വെച്ച് ആ മസ്ജിദിലേക്ക് എത്തുമ്പോൾ അത് ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി അള്ളാഹു അവന് ആ പ്രതിഫലം നൽകും എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. അപ്പോൾ ജമാഅത്ത് കൃത്യമായി നിർവഹിക്കാൻ, അതിൽ പങ്കെടുക്കാൻ, അതിൽ ഒന്നാമത്തെ തക്ബീറിൽ തന്നെ എത്താൻ നമ്മൾ പരിശ്രമിക്കണം. അതാണ് ശരിക്കും ഒരു ജമാഅത്ത് ലഭിക്കുന്നതിന്റെ കാര്യം. നമ്മൾ ആ നേരത്തെ ഹദീസിൽ പറഞ്ഞു, നിഫാഖിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷയേകുന്ന കാര്യമാണ് ആ തരത്തിൽ നിസ്കരിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. ബറകല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.